തൃശൂരിൽ ബി.ജെ.പിയെ ജയിപ്പിച്ചത് ക്രൈസ്തവ വോട്ടുകളാണ്. തൃശൂർ പൂര വിവാദത്തിലേക്ക് പലരും സുരേഷ് ഗോപിയുടെ വിജയത്തെ കെട്ടുമ്പോഴും ക്രൈസ്തവ മേഖലകളിൽ ബി.ജെ.പി കടന്നുകയറി. ഹാട്രിക് തികച്ച് മോദി വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ ക്രൈസ്തവർ കൂടുതലായി ബി.ജെ.പിയോട് ചേരുമെന്ന് കരുതി. ഇതിനിടെ മുനമ്പത്തെ വഖഫ് വിഷയം ആളിക്കത്തി. മതമേലധ്യക്ഷന്മാർ തന്നെ മുനമ്പത്തിൽ വോട്ട് ബി.ജെ.പിക്ക് ചെയ്തേക്കാമെന്ന സൂചനകളും നൽകി. പക്ഷേ ഇതൊന്നും ബി.ജെ.പിക്ക് അനുകൂലമായില്ല. പാലക്കാടിന് തൊട്ടടുത്ത് ചേലക്കരയിൽ ബി.ജെ.പി വലിയ തോതിൽ വോട്ടുയർത്തി. സ്ഥാനാർത്ഥിയുടെ മികവായിരുന്നു അതിന് കാരണം. പക്ഷേ പാലക്കാട് എല്ലാം വെറുതെയായി. ഇത് ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാകും. വൻ പ്രതീക്ഷയുമായി ജയപോസ്റ്റിട്ട ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കടുത്ത നിരാശയിലാണ്. ദേശീയ നേതൃത്വത്തിന് സുരേന്ദ്രൻ മറുപടി നൽകേണ്ടി വരും. സുരേന്ദ്രനെ മാറ്റാനും ഇതോടെ സാധ്യത കൂടി. വയനാട്ടിലും ബി.ജെ.പിക്ക് വോട്ട് കുറഞ്ഞു. സംഘടനാ തലത്തിലെ പോരായ്മകൾ ഇവിടെയും നിർണായകമായി. പാലക്കാട് മികച്ച സ്ഥാനാർത്ഥി വേണമെന്നത് ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമായിരുന്നു. ഇതിനുവേണ്ടി അവർ മനസ്സിൽ കണ്ടത് ശോഭാ സുരേന്ദ്രനെയായിരുന്നു. പ്രവർത്തകർക്കിടയിൽ നടത്തിയ വോട്ടെടുപ്പിലും ഇത് തെളിഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും രംഗത്ത് വന്നു. എന്നാൽ ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിലെ പ്രധാനി കൃഷ്ണകുമാറിന് വേണ്ടി രംഗത്ത് വന്നു. അണിയറയിൽ പല കളികളും നടന്നു. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ പുറത്തായി. കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി. ഇതാണ് പാലക്കാട് ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിക്ക് കാരണമായത്. മണ്ഡലത്തിലെ ജനവികാരം എങ്ങനെയെന്നു പോലും മനസ്സിലാക്കാൻ ബി.ജെ.പിക്കായില്ല. നഗരസഭയിൽ പോലും ബി.ജെ.പി കോട്ടകളിൽ വിള്ളലുണ്ടായി. എന്നിട്ടും വോട്ടെടുപ്പിന് ശേഷം അമിത ആത്മവിശ്വാസം ബി.ജെ.പി ക്യാമ്പുകൾ വച്ചു പുലർത്തി. സന്ദീപ് വാര്യരെ പറഞ്ഞുവിട്ടത് അടക്കം ബി.ജെ.പിയുടെ തോൽവിയിൽ കാരണമായി മാറി. തൊട്ടതെല്ലാം പിഴയ്ക്കുകയും ചെയ്തു. വി മുരളീധരനെ പോലും പ്രചരണത്തിൽ സജീവമാക്കാൻ ബി.ജെ.പി സംസ്ഥാന നേതൃത്വം അനുവദിച്ചില്ലെന്ന പരാതിയും സജീവമാണ്. കെ സുരേന്ദ്രൻ നേരിട്ടാണ് പ്രചരണത്തിന് നേതൃത്വം നൽകിയത്. രഘുനാഥാണ് എല്ലാം നിയന്ത്രിച്ചത്. എന്നാൽ സാമുദായിക സമവാക്യമടക്കം അനുകൂലമാക്കാൻ ഒന്നും ചെയ്തതുമില്ല. ക്രിസ്ത്യൻ വികാരം ഇത്തവണ പാലക്കാട് അനുകൂലമാകുമെന്ന് ബി.ജെ.പി വിലയിരുത്തിയിരുന്നു. പി.സി. ജോർജിനെ അടക്കം മണ്ഡലത്തിൽ സജീവമാക്കി. മുനമ്പത്തേക്ക് ഓടിയെത്തി കൃഷ്ണകുമാറും പ്രചരണം നടത്തി. എന്നാൽ ന്യൂനപക്ഷങ്ങൾ ബി.ജെ.പിക്കൊപ്പമായില്ല. ക്രൈസ്തവ മുസ്ലിം വോട്ടുകളെല്ലാം യു.ഡി.എഫ് പെട്ടിയിലേക്ക് വീണു. ഒരു തരത്തിലും വെല്ലുവിളി യു.ഡി.എഫിന് ഉണ്ടായില്ല. സി.പി.എം മേഖലകളിലും ബി.ജെ.പി കേന്ദ്രങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ചരിത്രം രചിച്ചു. ഇതിന് കാരണം ബി.ജെ.പിയിലെ തമ്മിലടിയായിരുന്നു. മികച്ച സ്ഥാനാർത്ഥിയെ പോലും അവർ വേണ്ടെന്ന് വച്ചു. ഗ്രൂപ്പിസം എല്ലാം നിർണയിച്ചുവെന്നിടത്തായിരുന്നു ബി.ജെ.പിയുടെ പരാജയം. അതിരൂക്ഷ വിമർശനം ബി.ജെ.പി നേതൃത്വത്തിനെതിരെ സന്ദീപ് വാര്യർ ഉയർത്തിക്കഴിഞ്ഞു. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പുറത്താക്കാതെ പാർട്ടി രക്ഷപ്പെടില്ലെന്നാണ് സന്ദീപ് വാര്യർ പ്രതികരിച്ചത്. ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതാണ് പാലക്കാട് ബി.ജെ.പിക്ക് തിരിച്ചടിയായത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി കോൺഗ്രസ് ഭരിക്കുമെന്നും സന്ദീപ് പറഞ്ഞു. ബി.ജെ.പിയിലെ പ്രശ്നങ്ങളെ തുടർന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് സന്ദീപ് വാര്യർ ബി.ജെ.പി വിട്ട് കോൺഗ്രസിലെത്തിയത്. സന്ദീപ് വാര്യർ ഒന്നുമല്ലെന്ന് ബി.ജെ.പി നേതാക്കൾ പറഞ്ഞു. പാലക്കാട്ടെ ജനങ്ങളിൽ വിശ്വാസമുണ്ട്. അവരുടെ സ്നേഹത്തിന് നന്ദിയുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി.ജെ.പിയുടെ അടിവേര് യു.ഡി.എഫ് മാന്തി, സന്ദീപ് പറഞ്ഞു.